ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭവാനീ ശങ്കരം വന്ദേ ശ്രദ്ധാവിശ്വാസരൂപിണൗ യാഭ്യാം വിനാ ന പശ്യന്തി സിദ്ധാ സ്വാന്തസ്തമീശ്വരം. ഭവാനിയായ ദേവിയെയും ശങ്കരനായ ശിവനെയും വന്ദിച്ചുകൊണ്ടാണ് രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ശ്രദ്ധ വിശ്വാസരൂപിണവും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭക്തി. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമാണ് ശിവനും പാർവതിയും. വ്യാഭ്യാം വിനാത പശ്യന്തി. ഇത് രണ്ടും ഇല്ലെങ്കിൽ സിദ്ധനാണെങ്കിൽ പോലും സിദ്ധ സ്വാന്തത്വം ഈശ്വരം ന പശ്യന്തി എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയായ ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കണമെങ്കിൽ ഭക്തിയും വേണം, ജ്ഞാനവും വേണം. സീതാരാമഗുണഗ്രാമ പുണ്യാരണ്യവിഹാരിണവും വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വരവും. രാമനാമജപം കൊണ്ട് മാത്രം സാക്ഷാത്കാരം നേടിയ രണ്ട് മഹൽ വ്യക്തികളാണ് കവീശ്വരനായ വാൽമീകിയും കവീശ്വരനായ ഹനുമാനും. വാൽമീകി എങ്ങനെയാണ്? കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആ മധുരമായ രണ്ടക്ഷരങ്ങൾ, ക്ഷരമില്ലാത്തതാണ് അക്ഷരം. ആ രാമനാമം ഒരിക്കലും നാശിക്കാത്തതാണെന്നർത്ഥം. ആ രാമനാമമാകുന്ന അക്ഷരങ്ങളെ അങ്ങനെ കൂജന്തം എന്നാണ് പ്രഖ്യാപനം ചെയ്തുകൊണ്ട്, വിളംബരം ചെയ്തുകൊണ്ട് ആരുഹ്യ കവിതാശാഖം, കവിതയാകുന്ന ശാഖയിൽ ഇരുന്നു കൊണ്ട് ആ വാൽമീകിയാകുന്ന കോകിലം രാമനാമത്തെ അവിടെ പ്രഖ്യാപിക്കുന്നു അഥവാ വിളിച്ചോതുന്നു എന്നർത്ഥം. അതാണ് കൂജന്തൻ രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി ശ്രീരാമദൂതം ശിരസാ നമാമി. ഹനുമാനാകട്ടെ സദാസമയവും രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമനാമരസം പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. സദാ രാമ രാമേതി രാമാമൃതം തേ സദാ രാമമാനന്ദ നിഷ്യന്തഗന്ധം പിബന്ധം നമന്തം സുദന്തം ഹസന്തം ഹനുമന്തമന്തർ ഭജേതം നിതാന്തം. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദ നിഷ്യന്തഗന്ധം പിബൻ അന്വഹം നന്വഹം നൈവ മൃത്യോ ബിഭേമി പ്രസാദാത് അസാദാത്തവൈവ. സദാസമയവും രാമ 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 എന്നുള്ള ആ അമൃതത്തെ ആ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ആനന്ദത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഹനുമാൻ ഒരിക്കലും മരണത്തെ പോലും ഭയപ്പെടുന്നില്ല എന്നാണ്. പിബൻ നന്വഹം നന്വഹം നൈവ മൃത്യോഹോ ബിഭേമി. മൃത്യുവിനെ പോലും ഭയപ്പെടാതെ, അതോടൊപ്പം തന്നെ പ്രസാദാത് അസാദാത്, പ്രസാദത്തോടുകൂടി, നല്ല മനപ്രയാസം പ്രസാദത്തോടുകൂടി, അസാദാത് യാതൊരു സാദവുമില്ലാതെ ക്ഷീണവുമില്ലാതെ രാമനാമമാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ഹനുമാനെയും വാൽമീകിയെയും നമ്മൾ അനുസ്മരിച്ചത്. ഈ രാമായണം ഒരു മഹാസാഗരമാണ്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം, 32,000 ശ്ലോകങ്ങളുള്ള വാസിഷ്ഠ രാമായണം, അതിനുമുപരി വ്യാസരചിതമായ അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ, അതിൻ്റെ ചുവട് പിടിച്ച് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതാണല്ലോ നമ്മൾ പാരായണം ചെയ്യുന്നത്. പിന്നെ എത്രയോ ഭാഷകളിലുള്ള രാമായണങ്ങളുണ്ട്. അതിലെ ചില മുത്തുകൾ, ചില തത്വങ്ങൾ മാത്രം ഒന്ന് എടുത്ത് ചിന്തിക്കാനേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. രാമായണത്തിൻ്റെ ലക്ഷ്യം ആത്മജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ്. എല്ലാ പുരാണങ്ങളും അതുതന്നെയാണ്. ശ്രുതികളിലും സ്മൃതികളിലും പറയപ്പെട്ടിട്ടുള്ള വേദാന്ത തത്വങ്ങളെ വളരെ ലളിതമായിട്ട് സാധാരണ മനുഷ്യർക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ സരളമായ ഭാഷയിൽ സുന്ദരമായ കഥകളിലൂടെ അവതരിപ്പിക്കുകയാണ് പുരാണങ്ങൾ ചെയ്യുന്നത്. അതാണ് ആചാര്യൻ്റെ, എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ സവിശേഷത. അതുതന്നെയാണ് വാൽമീകി രാമായണത്തിൻ്റെ ലക്ഷ്യം എന്ന് വാൽമീകി പറയുന്നുണ്ട്. വേദോപബ്രഹ്മണാർത്ഥായ ഭാവഗ്രാഹയതി പ്രഭോ
വേദത്തെ ഉപബ്രഹ്മണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാൽമീകി രാമായണം രചിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ശ്രുതികളിലും സ്മൃതികളിലുമുള്ള ആത്മജ്ഞാനം പകർന്നു നൽകുന്നത് സുന്ദരമായ കഥകളിലൂടെയാണ് എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും വിരസത തോന്നുന്നില്ല. കാരണം ആത്മജ്ഞാനം എന്നുള്ളത്, ബ്രഹ്മജ്ഞാനം എന്നുള്ളത് നമ്മുടെ തന്നെ സ്വരൂപമാണ്. നമ്മുടെ സ്വരൂപത്തെ പറ്റിയുള്ള വർണ്ണന ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിൽ വിരസത ഉണ്ടാവുകയില്ല. വിരസത എന്ന് പറഞ്ഞാൽ രസമില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് ചില ലൗകിക വിഷയങ്ങളിലൊക്കെ വിരസത അനുഭവപ്പെടാറുണ്ടല്ലോ. ഒരു സിനിമ കണ്ടിട്ട് തീരെ രസമില്ല, ഒരു പാട്ട് കേട്ടിട്ട് രസമില്ല, ഒരു പ്രഭാഷണം കേട്ടാൽ ഒട്ടും രസം തോന്നുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ അത് ആ രസത്തെ ആസ്വദിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു അഭിരുചി ഇല്ലാത്തത് കൊണ്ടാണ്. പുരാണ കഥകളിലും വേദാന്ത തത്വങ്ങളിലും അഭിരുചി ഉണ്ടാകുക, ആഭിമുഖ്യം ഉണ്ടാകുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ അഭിരുചി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റ് സാധാരണ ലൗകിക വിഷയങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വെറും പഴഞ്ചനാണെന്ന് തോന്നും, അതിൽ രസമില്ല എന്ന് തോന്നും. അപ്പോൾ ശരിയായ രസം എന്ന് പറയുന്നത് ഈ ആത്മാനന്ദമാണ്. അത് ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പുരാണ കഥനം, പുരാണ ശ്രവണം, പുരാണ പഠനം, മനനം എന്നല്ല. അപ്പോൾ രസമാണ് ഇതിൻ്റെ എല്ലാം ശരിയായിട്ടുള്ള അന്തസ്സത്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ പുരാണങ്ങളുടെയും ശ്രോതാക്കളായിട്ട് ശൗനകാദികളെയാണ് പറയുന്നത്. ശൗനകാദി ഋഷിമാർ സൂതപൗരാണികനോട് പറയുന്നു, വയം ന വിതൃപ്യാമ ഉത്തമശ്ലോക വിക്രമേ യൽ ശൃണ്വതാം രസജ്ഞാനം സ്വാദു പദേ പദേ. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൃപ്തി വരുന്നതേയില്ല. ഏത്? ഉത്തമശ്ലോക വിക്രമേ, ഉത്തമശ്ലോകനായ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ വിക്രമങ്ങൾ, അത്ഭുത കർമ്മങ്ങൾ, അതിൻ്റെ ചരിതം കേട്ടിട്ട് ഞങ്ങൾക്ക് തൃപ്തി വരുന്നതേയില്ല. കാരണം എന്താണ്? യൽ ശൃണ്വതാം, യാതൊന്ന് കേട്ടാലാണോ രസജ്ഞാനാം, രസം അനുഭവിക്കാൻ കഴിവുള്ള ഞങ്ങൾക്ക്, രസം അനുഭവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവ സന്തോഷകരമായിട്ട് തോന്നുകയുള്ളൂ, തൃപ്തികരമായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രസജ്ഞന്മാരായതുകൊണ്ട് സ്വാദു പദേ പദേ, ഇതിൽ ഓരോ പാദങ്ങളും ഓരോ കഥകളും രസകരമാണ്, ആനന്ദപ്രദമാണ്. അതുകൊണ്ട് തൃപ്തി വരുന്നില്ല എന്നാണ്. അപ്പോൾ രസം ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് രസജ്ഞന്മാർ. ഇവിടെ രാമായണത്തിൽ രാമരസമാണ് നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ടാണ് സദാശിവ ബ്രഹ്മേന്ദ്രർ എന്ന മഹാത്മാവ് പാടി പിബരേ രാമരസം രസനേ പിബരേ രാമരസം. ഈ രാമരസം, ശ്രീരാമൻ്റെ കഥകളാകുന്ന, ശ്രീരാമൻ്റെ നാമമാകുന്ന രസത്തെ വീണ്ടും വീണ്ടും പാനം ചെയ്യൂ രസനെ. ആ നാമജപത്തിൻ്റെ മാഹാത്മ്യമാണ് അവിടെ പറയുന്നത്. രസന കൊണ്ട് ചെയ്യുന്നത് നാമജപമാണ്, അത് വീണ്ടും വീണ്ടും അനുഷ്ഠിക്കൂ എന്ന് എല്ലാവരെയും ഉപദേശിക്കുകയാണ്. ഇത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. വ്യാസൻ പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി പാവുക. ഭാഗവതമാകുന്ന രസം പാനം ചെയ്തുകൊണ്ടിരിക്കൂ എന്നാണ്. ആലയം, ലയം വരുന്നത് വരെ അത് കേട്ട് അല്ലെങ്കിൽ പാരായണം ചെയ്ത് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ലയം വന്നാലും, ആലയം എന്ന് പറഞ്ഞാൽ ലയം വന്നതിന് ശേഷവും പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ, വീണ്ടും വീണ്ടും പാനം ചെയ്യൂ എന്ന് വ്യാസനും ഉപദേശിക്കുന്നുണ്ട്. രസമെന്ന് പറഞ്ഞാൽ ആത്മാനന്ദമാണ് എന്ന് പറഞ്ഞല്ലോ, ബ്രഹ്മാനന്ദമാണെന്ന് പറഞ്ഞല്ലോ. ഉപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. രസോ വൈ സഹ രസഹ്യേവായം ലബ്ധ്വാ ആനന്ദീ ഭവതി. രസോ വൈ സഹ, രസം തന്നെയാണ് അവൻ, അത് ഏത്? ആത്മാനന്ദം. അത് ലഭിച്ചാലോ രസഹ്യേവായം ലബ്ധ്വാ ആനന്ദോ ആനന്ദീ ഭവതി. അത് ലഭിച്ചാൽ ആ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആനന്ദം എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ലൗകികമായ വിഷയങ്ങളെ ആശ്രയിക്കാതെ അനുഭവിക്കുന്ന സുഖത്തിനാണ് ആനന്ദം എന്ന് പറയുന്നത്. നിരപേക്ഷമായ സുഖമാണ് ആനന്ദം. ഇതാണ് ഉപനിഷത്തിൻ്റെയും പ്രഖ്യാപനം.
ഈ രസത്തിൻ്റെ അഥവാ ആത്മാനന്ദ രസത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ജ്ഞാനരസം, മുനിവേദ്യരസം, ഭവരോഗവിനാശന ദിവ്യരസം, യോഗിഗണാധൃതഭാവരസം, ശിവമാകലയേ നിജബോധരസം. ജ്ഞാനരസം, ആ ജ്ഞാനം നേടുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ഞാൻ സച്ചിദാനന്ദമാണ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഭഗവാന്റെ തന്നെ അംശമാണ് എന്നറിയുമ്പോൾ അതാണ് ജ്ഞാനം. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അഥവാ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ജ്ഞാനം നേടുമ്പോൾ അനുഭവിക്കുന്ന രസം ജ്ഞാനരസം. മുനിവേദ്യരസം, മുനിമാരാൽ അറിയപ്പെടുന്നത്. മുനിമാരാണ് മനനം ചെയ്യുന്നവർ. ബാഹ്യമായ കഥകളോ തത്വങ്ങളോ കേട്ടാലും അതിനെ മനനം ചെയ്ത് സ്വായത്തമാക്കുന്നവരാണ് മുനിമാർ. അങ്ങനെയുള്ള മുനിമാരാൽ അറിയപ്പെടുന്നതാണ് ഈ രസം. ഭവരോഗ വിനാശന ദിവ്യരസം. ഭവരോഗം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം. സംസാരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സുഖം പ്രതീക്ഷിച്ചാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ സുഖം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ദുഃഖം വരികയും ചെയ്യുന്നു. അതാണ് കർമാണി ആരഭമാണാനി ദുഃഖഹത്യൈ സുഖായ ച പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം എന്ന് ഭാഗവത്തിൽ പറയുന്നു. ഭവരോഗം എന്ന് പറയുന്നത് ഈ കർമ്മം ചെയ്യുമ്പോൾ സുഖത്തിന് വേണ്ടിയിട്ടും ദുഃഖശമനത്തിന് വേണ്ടിയുമാണ് പ്രയത്നിക്കുന്നത് എങ്കിലും അത് ഒരിക്കലും പൂർണ്ണമായിട്ടും സുഖം തരുന്നില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാതെ ദുഃഖം തന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും കർമ്മവാസനയുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുന്നു. അങ്ങനെ പുനരവി ജനനം, പുനരവി മരണം, പുനരവി ജനനീ ജഠരേ ശയനം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ഭവരോഗം, സംസാരം. അതിനെ നശിപ്പിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് ഈ ദിവ്യരസം എന്നാണ്. യോഗിഗണാധൃതഭാവരസം. യോഗിമാർ ഈ സത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ധ്യാനം കൊണ്ടും തപസ്സുകൊണ്ടും ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ അവർ വച്ചിരിക്കുന്ന ഭാവം എന്താണ്? അവർ ധരിച്ചിരിക്കുന്ന ഭാവം അത് ഈ രസമാണെന്നാണ്. യോഗിഗണാധൃത ഭാവരസം. ശിവമാകലയേ നിജബോധരസം. ആകലയേ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നു. ഈ രസം കൊണ്ടെല്ലാം ലഭിക്കുന്നത് എന്താണ്? നിജബോധരസം. അതാണ് രസത്തിൻ്റെ വിശദമായ ഒരു പ്രത്യേകത. ജ്ഞാനരസം, മുനിവേദ്യരസം, ഭവരോഗവിനാശന ദിവ്യരസം, യോഗിഗണാധൃതഭാവരസം, ശിവമാകലയേ നിജബോധരസം. ഈ തരത്തിലുള്ള രസം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമായണം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ആത്മരസം, ആത്മാനന്ദമാണ് രാമായണത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ആത്മജ്ഞാനമാണ് പ്രതിപാദ്യ വിഷയം എന്നതുകൊണ്ട് തന്നെയാണ് ഉമാമഹേശ്വര സംവാദമായിട്ട് രാമായണം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വിശ്വഗുരുവായ ശ്രീ പരമേശ്വരനും ജ്ഞാനസ്വരൂപിണിയായ ദേവിയും, ദേവി ശ്രീരാമതത്വം കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ ശിവൻ അത് ഉപദേശിക്കുന്നത്. അപ്പോൾ ശിവൻ അവിടെ തന്നെ പറയുന്നു, ശ്രീരാമതത്വം കേൾക്കണമെന്ന് അകതാരിൽ ആകാംക്ഷയുണ്ടായത് മഹാഭാഗ്യം എന്നാണ്. അത് മഹാഭാഗ്യമാണ് ദേവിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായത്. അഥവാ നമ്മുടെയൊക്കെ മഹാഭാഗ്യമാണ് ശിവന് ഈ ഒരു തത്വം ദേവിയെ നിമിത്തമാക്കി ഉപദേശിച്ചു തരാനായിട്ട് തോന്നിയത്. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജ്ജന്മം കൊണ്ടേ എന്ന് ആദ്യം തന്നെ രാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ശിവൻ ദേവിയോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, ശ്രീരാമതത്വം പറയുമ്പോൾ തന്നെ പറയുന്നു, ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകൻ ഈശൻ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ശ്രീരാമൻ പരമാത്മാവാണ്, പരമാനന്ദമൂർത്തിയുമാണ്, പ്രകൃതിക്ക് മുഴുവൻ കാരണഭൂതനായ പുരുഷനുമാണ്. എങ്കിലും അതറിയാതെ സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നവർ അജ്ഞാനികളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ? മാനസം മായാതമസമ്മൃതമാക മൂലം, മായയാകുന്ന
ആ അന്ധകാരം കൊണ്ട് സത്യത്തെ അറിയാൻ കഴിയില്ലാത്തവർ ശ്രീരാമനെ സാധാരണ മനുഷ്യനെന്ന് കൽപ്പിച്ചിട്ടാണ് ശ്രീരാമൻ്റെ പല ലീലകളെയും വിമർശിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ശ്രീരാമൻ്റെ ശരിയായ തത്വം ഇതാണ്. ശിവൻ്റെ ഈ പ്രഖ്യാപനം രാമായണ കഥാസന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആചാര്യൻ. രാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, ഉമാമഹേശ്വര സംവാദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി ഹനുമാന് ശ്രീരാമതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു. ദേവി പറഞ്ഞു, സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചയിച്ചറിഞ്ഞുകൊള്ളുവാൻ ശ്രീരാമ ഭഗവാനെ. ആ ശ്രീരാമനെ എങ്ങനെ അറിയണം? സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു തത്വമെന്ന് ശ്രീരാമനെ നമ്മുടെ ബുദ്ധിക്ക് അറിയാൻ സാധ്യമല്ല എന്ന് ദേവി പറഞ്ഞു. എങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവ് ശ്രീരാമനാണ് എന്ന് അറിവില്ലാത്തവർ പറയുന്നു. ദേവി പറയുന്നു, ശ്രീരാമൻ്റെ ശക്തിയായ മായ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ എന്നാൽ സൃഷ്ടമായതെല്ലാം ഭഗവാനാണ്, ശ്രീരാമനാണ് ചെയ്തത് എന്ന് അജ്ഞാനികൾ പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശ്രീരാമൻ ഏത് തരത്തിലാണ്? പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. ശ്രീരാമൻ തന്നെ നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് പ്രതിബിംബിക്കുന്നു. സീതാദേവി ഹനുമാന് ശ്രീരാമതത്വം ഉപദേശിച്ച് നിർത്തിയപ്പോൾ അതിൻ്റെ ഒരു പൂരകമെന്നുള്ളതിൽ ശ്രീരാമൻ തന്നെ പറയുന്നതാണ് ശ്രീരാമഹൃദയം എന്ന തത്വം. അതാണിത്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ. ശ്രീരാമൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് പ്രതിബിംബിക്കുന്നത്. അതേത് പ്രകാരമാണ് എന്ന് പറഞ്ഞു. ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ, കണ്ടാലും അതുപോലെ മഹാകാശം. ഇവിടെ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആകാശം എന്നുള്ളത് ഓരോ ജലാശയത്തിൽ അല്ലെങ്കിൽ ജലപാത്രത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പ്രത്യേകം ആകാശം എന്ന് കാണുന്നില്ലേ, അതുപോലെ പരമാത്മാവായ ഭഗവാൻ പ്രതിബിംബ രൂപത്തിൽ ഓരോ ജീവൻ്റെയും ഉള്ളിൽ ചൈതന്യമായിട്ട് വർത്തിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ചൈതന്യമായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ വർത്തിക്കുന്നത് പലതാണെന്ന് തോന്നും, പക്ഷേ എല്ലാം ഒരേ പരമാത്മാവ് തന്നെയാണ്. ഇതാണ് ഹൃദയരഹസ്യം എന്ന് ഭഗവാൻ പറയുന്നു. പരമാത്മാവായ മമ ഹൃദയരഹസ്യമിത്. അത് സർവവേദാന്ത സാര സംഗ്രഹമായിട്ടുള്ള രാമതത്വമാണ് എന്ന് പറയുന്നു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യം ആനന്ദോദയം. സർവവേദാന്ത സാര സംഗ്രഹമാകുന്ന രാമതത്വം മൽഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഭക്തിയുടെ പ്രാധാന്യം കൂടെ പറയുകയാണ്. പ്രബോധനത്തോടൊപ്പം ഭക്തിയുടെ പ്രാധാന്യം കൂടെ ഇവിടെ എടുത്തു പറയുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഭക്തിയില്ലെങ്കിൽ ഈ തത്വമൊന്നും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം. തത്വബോധത്തോടൊപ്പം ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് പറയുന്ന അനേക സന്ദർഭങ്ങളിൽ രാമായണത്തിൽ കാണാം. അഹല്യയുടെ സ്തുതി വളരെ വിശേഷമാണ്. എത്ര കുത്രാവി വസിച്ചിടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ അവരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ എന്ന് പറഞ്ഞു ഭക്തി ഉണ്ടാവാനുള്ള മാർഗവും അവിടെ നിർദ്ദേശിക്കുന്നു. സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരവാരാവാരം തൻ മറുകരയേറിയിടുന്നത് കാലം കൊണ്ടേ എന്ന് മാത്രമല്ല, ഈ രാമായണം ഉത്ഭവിക്കാനുള്ള സന്ദർഭം കൂടെ അവിടെ പറഞ്ഞു. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളം മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി
ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു, വീണാപാണിയും ഉപദേശിച്ചിതു രാമായണം. അതാണ് വാൽമീകി രാമായണത്തിൻ്റെ ഉത്ഭവം അവിടെ സൂചിപ്പിക്കുന്നത്. വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന നാരദ മഹർഷിയോട് വാൽമീകി ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടിയായിട്ടാണ് രാമായണ രചനയ്ക്കുള്ള ഉപദേശം നാരദൻ നൽകുന്നത്. തപസ്വാധ്യായനിരതം തപസ്വീ വാഗ്വിദാം വരം നാരദം പരിവപ്രച്ഛ വാൽമീകിർ മുനിപങ്കവം. രണ്ടുപേരും തപസ്സിൻ്റെ മൂർത്തികളാണെന്നാണ്. തപസ്സുകൊണ്ട് മാത്രമേ അത്യന്തം മനോഹരമായ, അത്യന്തം മഹത്തരമായ ഒരു രചന സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. തപസ്വാധ്യായനിരതം, തപസ്വാധ്യായനിരതനാണ് വാൽമീകി. തപസ്വി വാഗ്വിദാംബരം, നാരദൻ തപസ്വിയുമാണ്, വാഗ്വിദനുമാണ്. വാക്ക് നല്ല ഭംഗിയായിട്ടത് പറയാനുള്ള കഴിവുള്ള ആളുമാണ്. അങ്ങനെയുള്ള നാരദനോട് പരിപപ്രച്ഛ, വിസ്തരിച്ച് പറയണമേ എന്ന് ചോദിച്ചു എന്നാണ് വാൽമീകി മുനി പൊങ്കുവം. അപ്പോൾ വാൽമീകിയുടെ ചോദ്യം വാൽമീകി രാമായണത്തിൻ്റെ ആരംഭത്തിൽ കാണാം. കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞച്ച കൃതജ്ഞച്ച സത്യവാക്യോ ദൃഢവ്രതം. ഇത്രയെല്ലാം അനേകം ഗുണങ്ങളുള്ള ഒരു പുരുഷനെ പറ്റി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈ ശ്രുത എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വാൽമീകി രാമായണം രചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ സാക്ഷാൽ പരമാത്മാവ് തന്നെയായ ഭഗവാൻ എന്തിനു വേണ്ടി സാധാരണ മനുഷ്യനായി സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം നയിച്ചു. ഭഗവാന്റെ ഈ ഒരു മനുഷ്യ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ മനുഷ്യനെ പോലെ ദുഃഖിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അത് എന്തിനാണെന്ന് വെച്ചാൽ മർത്യാവതാരസ്തിക മർത്യശിക്ഷണം. ഇതാണ് അതിനുള്ള മറുപടി. മനുഷ്യനെ ശിക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിപ്പിച്ച് ആ പാഠം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയും പാലിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ്. മായാപ്രപഞ്ചത്തിൽ ചില ദൃശ്യങ്ങൾ കണ്ട് മോഹിച്ചാൽ ആപത്തിൽപ്പെടും എന്നതിന് ഒരു ഉദാഹരണമായിട്ട് ശ്രീരാമൻ കാണിക്കുന്ന ഒരു രംഗമാണ് ആ മാനിനെ, മാരീചൻ മാനായിട്ട് സുവർണ മൃഗമായിട്ട് വന്ന് സീതാദേവിയുടെ മുമ്പിൽ അങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ അതിനെ പിടിച്ചു തരണമെന്ന് സീതാദേവി അഭ്യർത്ഥിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ മാരീചൻ ആ മായാമൃഗമായിട്ട് അവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണന് മനസ്സിലായി. ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടാ, ഇത് സാധാരണ മാനല്ല, ഒരു സുവർണമാൻ ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. ആ കണ്ണുകൾ എനിക്ക് നല്ല പരിചയമുണ്ടെന്നാണ്. അന്ന് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ യാഗത്തെ മുടക്കാൻ വന്ന രാക്ഷസന്മാരെ വധിക്കാനായിട്ട് നമ്മൾ കുറേ പേരെ വധിച്ചു, കുറേ പേര് അവിടെ നിന്ന് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത ആളാണ് മാരീചൻ. ആ കണ്ണുകൾ തന്നെയാണ് ഇത്, അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിലുള്ള മാനല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമന് അതറിയാമെന്നുണ്ടെങ്കിലും ശ്രീരാമൻ പറഞ്ഞു, അത് ദേവിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ പിടിക്കാൻ ഞാൻ പോവുകയാണെന്നുള്ള ഭാവത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അസംഭവം ഹേമമൃഗസ്യ ജന്മം തഥാപി രാമോ ലുലുഭേ മൃഗായ പ്രായസമാപന്ന വിപത്തികാലേ ധിയോപി പുംസം മലിനാഭവന്തി. ഹേമമൃഗം എന്നുള്ളത്, സ്വർണ്ണമൃഗം എന്നുള്ളത് അസംഭവ്യമാണ് എന്നറിയാമെങ്കിലും രാമൻ അതിനെ കണ്ട് മോഹിച്ചതായിട്ട് അഭിനയിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രായസമാപന്ന വിപത്തികാലേ, ആപത്ത് വരുന്ന സന്ദർഭത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യരുടെ പോലും ധിയോപി പുംസാം മലിനാഭവന്തി, ഭ്രമം ഉണ്ടാകുന്ന അർത്ഥം. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് സാധാരണ അവർ ചൊല്ലുണ്ടല്ലോ, അതുതന്നെയാണ്. അത് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൃശ്യങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ഓരോ രംഗങ്ങൾ കണ്ട് അതിൽ ആകർഷകരാകരുത്, സത്യം ചിന്തിക്കണം എന്ന് വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അഭിനയം.
അതുപോലെ തന്നെ സീതാവിരഹത്തിൽ രാമൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീരാമൻ അറിയാഞ്ഞിട്ടാണോ? ഇത് യഥാർത്ഥ സീതയല്ല, ആ മായാസീതയെയാണ് രാവണൻ അപഹരിച്ചുകൊണ്ട് പോയത്. എങ്കിലും കരഞ്ഞ് സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീസംഗിനം ഗതിമിതി പ്രസയം ശകാര. സ്ത്രീകളിൽ അത്യാസക്തിയുള്ളവർക്ക്, ആസക്തിയുള്ളവർക്ക്, ആ സംഘമുള്ളവർക്ക് ഇതാണ് അവസ്ഥ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രഥയൻ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ്റെ ആ ഒരു അഭിനയം. എന്തായാലും ഭഗവാന്റെ ഈ മനുഷ്യനാട്യം എന്തിനെന്ന് സാധാരണ മനുഷ്യർക്ക് അറിയാവതല്ല. മർത്യവിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കൽ എന്തറിയാവതും ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ കർമ്മങ്ങൾ ചെയ്ത് നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. അത് ശ്രീരാമൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യാവതാരം സ്വീകരിച്ച് സാധാരണ മനുഷ്യനെ പോലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്? അതിൻ്റെ ലക്ഷ്യമെന്താണ്, അവതാര ലക്ഷ്യമെന്താണ് എന്നത് സ്വയംപ്രഭാസ്തുതിയിൽ വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നിർമ്മലാത്മാവാൻ ഭവാൻ അവസ്ഥാന്തരീയ കർമ്മങ്ങൾ ചെയ്വത് നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. സ്വയംഭൃത സ്തുതിക്കുകയാണ്. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലൊരു അവതാരം എടുത്തത് എന്നത്, അവതാര ലക്ഷ്യം എന്താണ് എന്ന് ഇവിടെ സ്വയംപ്രഭ സ്തുതിക്കുമ്പോൾ പറയുകയാണ്. സ്വയംപ്രഭ പറഞ്ഞു, അങ്ങ് ഈയൊരു അവതാരമെടുത്തത് സാധാരണ ഭക്തന്മാർക്ക് കഥകൾ പറയാനും നാമം ജപിക്കാനും എല്ലാം ഒരു അവതാരമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ശ്രീരാമാവതാരം ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു കഥകളൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ശ്രീരാമൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പറയാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഈ അവതാരമെടുത്തത് ഭക്തന്മാർക്ക് അങ്ങയുടെ കഥകൾ പാടി അതിലുള്ള ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ത്വൽക്കഥാ പീയൂഷ പാനസിദ്ധിക്കെന്ന് ചൊല്ലുന്നത് ചിലരങ്ങനെ പറയുന്നു. ഭക്തരായുള്ളവർക്ക് ഭഗവാന്റെ കഥകളാകുന്ന അമൃതത്തെ പാനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത് എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു, മറ്റു ചിലരിക ചൊല്ലുന്നതു ഭുവി കോസലഭൂപതി തന്നെ ഘോര തപോബലസിദ്ധയെ. ആ ദശരഥൻ പൂർവ്വജന്മത്തിൽ കശ്യപ പ്രജാപതിയായിരുന്നു. അന്ന് തപസ് ചെയ്തു, ഭഗവാൻ ഞങ്ങളുടെ പുത്രനായിട്ട് വരയണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ തന്നെ ഘോര തപോബലസിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നതു. വേറെ ചിലർ പറയുന്നു അതല്ല, കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ. കൗസല്യ പ്രാർത്ഥിച്ചു, ഭഗവാന്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണമേ, ഭഗവാൻ എൻ്റെ പുത്രനായിട്ട് വരയണമേ എന്ന് കൗസല്യ പ്രാർത്ഥിച്ചു. അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ രാമനായിട്ട് കൗസല്യപുത്രനായിട്ട് അവതരിച്ചത്? അതുമല്ല, മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നത് ചിലർ. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെയാണ് ആ ജനക മഹാരാജാവിൻ്റെ ഉഴവുചാലിൽ നിന്ന് സീതയായിട്ട് അവതരിച്ചത്. അത് അങ്ങനെ വന്ന ദേവി പ്രാർത്ഥിച്ചു, ഭഗവാൻ എനിക്ക് പതിയായിട്ട് വരയണമേ എന്ന്. അങ്ങനെ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നത് ചിലർ. അതുമല്ല കാരണം, സൃഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിചാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നത് നിർണയം പൃഥ്വിയിൽ എന്ന് ചിലർ പറയുന്നതും. ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി അവിടെ പാലാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. ഭൂമിയിൽ ദുഷ്ടനിശാചരന്മാർ, രാക്ഷസന്മാർ വളരെയധികം വർദ്ധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങൊരു മനുഷ്യരൂപം എടുത്ത് അവതരിക്കണം എന്ന് പ്രാർത്ഥിച്ചതനുസരിച്ചാണ് ഭഗവാൻ വന്നത്. എന്നാൽ അതല്ല, വേറെ ചിലർ പറയുന്നു, ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിൽ പിറന്നിതു. എല്ലാ അവതാരങ്ങളുടെയും ലക്ഷ്യം ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത.
ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ധർമ്മനിഷ്ഠയോടുകൂടി സത്യനിഷ്ഠയോടുകൂടി അവതരിച്ചത് എന്നർത്ഥം. എന്നാൽ ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്തായാലും ശരി, നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും കഥകൾ പാടിയും ആനന്ദം അനുഭവിക്കാനും അങ്ങനെ ഈ ലൗകിക ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഉള്ളൊരവസരമാണ്. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നത് ദിവ്യ മുനിജനം. മുനിമാരതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാമൻ്റെ അവതാരം. എന്തായാലും ഒന്നും തിരിച്ചറിയാവതുമല്ലമേ, യാതൊരുത്തൻതൊൽ കഥകൾ ചൊല്ലുന്നതും ആദരവോടെ കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവൻ. അങ്ങനെ ഈ കഥകൾ ചൊല്ലുകയും നാമം ജപിക്കുകയും കഥകളുടെ തത്വം മനനം ചെയ്യുകയും ചെയ്യുന്നവർ ദുഃഖത്തിൽ നിന്ന് വിമുക്തി നേടും. അതുകൊണ്ട് രാമായ രാമഭദ്രായ നമോ നമ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഹരി ഓം.